മദ്രസയിൽ പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിൻ്റെയൊക്കെ വിവരത്തിൻ്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. കാര്യം എൻ്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് ഞാനിത് പ്രതികരിക്കുന്നില്ല. പിന്നെ കുട്ടി ഇപ്പം ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ അദ്ദേഹം തന്നെ ഇന്റർവ്യൂ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. എണ്ണം വെച്ചിട്ട് എത്ര പേര് അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിഹാദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് നമ്മുടെ കൊല്ലം തുളസിയുടെ അടുത്ത് ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ജിഹാദിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതായത് അമ്മ സംഘടനയിൽ ടിനി ടോം അൻസിബെ ജിഹാദി എന്ന് വിളിച്ചതിനെ തുടർന്നിട്ടുള്ള ആ ഒരു ചോദിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഈ ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം സത്യം പറഞ്ഞാൽ ഞാനും എന്തോ മോശമായ രീതിയിലാണ് വിചാരിച്ചിരുന്നത്. അത് സീരിയസ്ലി എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് പലരെയും ജിഹാദി എന്ന് വിളിക്കുന്നത് മറ്റൊരു ഇന്റൻഷനിൽ തന്നെ, ഒരു തീവ്രവാദി എന്നുള്ള രീതിയിൽ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം വേറെയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ടിനി ടോം ഈ പറയുന്ന അൻസിബെ ജിഹാദി എന്ന് വിളിച്ചത് മറ്റേ അർത്ഥത്തിലാണ്, തീവ്രവാദി മൈൻഡ് എന്നുള്ള രീതിയിലാണ്. അതായത് മതം മാറ്റിയ ആൾക്കാരെ ചേർത്ത് മുസ്ലിമിലോട്ടാക്കാൻ വേണ്ടിയിട്ട് അൻസിബ അവിടെ വന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അന്ന് ടിനി ടോം ഉദ്ദേശിച്ച് വിളിച്ചത്. അതാണ് അതിന്റെ സത്യാവസ്ഥ. എന്നാൽ ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊന്നാണെന്നും അതിന് മറ്റൊരു അർത്ഥമുണ്ടായിരുന്നെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് മറ്റൊരു വാസ്തവം. ഇവിടെ ഞാനടക്കം അല്ലെങ്കിൽ പലരും ഈ ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം വിചാരിച്ചിരുന്നത് മറ്റൊരു അർത്ഥത്തിലായിരുന്നു. അതായത് ഈ മതത്തിന്റെ പേരിൽ ഈ പറയുന്ന തീവ്രവാദിത്വ സ്വഭാവം കാണിക്കുന്നവരെയാണ് ജിഹാദി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കണ്ടിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, അൻസാരി ഉസ്താദ് റീസെന്റ് ഒരു പെൺകുട്ടിക്കെതിരെ, അതായത് കൊല്ലം തുളസിയെ ആങ്കറിങ് ചെയ്ത ആ പെൺകുട്ടിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ എണ്ണം വെച്ചിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഞാനിവിടെ ഒരിക്കലും മതത്തിന്റെ പേരിൽ വർഗീയത പറഞ്ഞ് തമ്മിലടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ കൊല്ലം തുളസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥാലയത്തിൽ എവിടെയാണ് കഴിഞ്ഞു കൂടുന്നത്, മക്കളെല്ലാം ഉപേക്ഷിച്ച് അങ്ങനത്തെ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണെന്ന് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. ആ കുട്ടി ചോദിക്കുന്ന ചോദ്യവും കൊല്ലം തുളസി കൊടുക്കുന്ന റിപ്ലൈ ഒക്കെ ഒന്ന് കേൾക്കാം. ഇതെല്ലാം തുടങ്ങിയത് ഒരു വാക്കിൽ നിന്നാണ്. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ടിനി ചേട്ടൻ അൻസിബയെ വിളിച്ചു എന്നാണ് പരാമർശിക്കുന്നത്. അതിന് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ചേട്ടൻ, കാരണം അത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വാക്ക്. ഈ ചേട്ടൻ ഈ ചേച്ചി എന്ത് വിളിച്ചെന്നാ കുട്ടി കേട്ടത്? ഞാൻ കേട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടത് ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി, കുട്ടി ഒരു മുസ്ലിം അല്ലേ? അതെ. എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ ഖുർആൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ട് ഒരാളാണ്. ഞാൻ മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. അതായത് ജിഹാദി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തീവ്രവാദിത്വ സ്വഭാവമുള്ള ആൾക്കാരല്ല. അതിന്റെ അർത്ഥം മറ്റൊന്നാണെന്നാണ് കൊല്ലം തുളസി പറയുന്നത്. ഞാൻ അടക്കം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ വിചാരിച്ചിരുന്നത് ജിഹാദി എന്ന് പറയുന്നത് മതങ്ങളുടെ പേരിൽ തമ്മിലടിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു മൂഡിനെ ആയിരുന്നു. അല്ലെങ്കിൽ എക്സ്ട്രീം ഈ പറയുന്നത് പോലെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിലടിച്ച് ആ ഒരു തീവ്രവാദിത്വ സ്വഭാവം കാണിക്കുന്നതിനാണ് ജിഹാദി എന്നാണ് ഞാൻ അടക്കം ഉദ്ദേശിച്ചിരുന്നത്. എനിക്കും തെറ്റുപറ്റിപ്പോയി. എന്നാൽ ഇന്നും ആ കുട്ടിയും ഇന്റർവ്യൂവിൽ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കൊല്ലം തുളസി പറയുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ഒരു അർത്ഥം പിടികിട്ടുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ ഉടനെ ChatGPT എടുത്തു. ഇത് നമ്മൾ പൊതുവെ കേട്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് അതിന്റെ അർത്ഥം അതല്ലായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എനിക്ക് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ കൊല്ലം തുളസി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കാര്യം നേടിയെടുക്കുക, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ആ ഒരു മൂടാണ്. നല്ല കാര്യം ആയാലും ചീത്തയായാലും ആ ഒരു നിൽക്കുന്ന നിലപാടിൽ ഉറച്ചു നിന്ന് ആ കാര്യം നേടിയെടുക്കുന്നതിനെയാണ് ജിഹാദി എന്നാണ് പറയുന്നത്. ഞാൻ എന്നാൽ അത് ChatGPT ഒന്ന് നോക്കി. അപ്പോൾ ജിഹാദി എന്ന അറബിയിലെ ജിഹാദ് എന്ന വാക്കിൽ നിന്നുള്ളതാണ്. ജിഹാദ് എന്നതിന് പൊതുവായി ശ്രമം, പോരാട്ടം, പരിശ്രമം എന്നർത്ഥമുണ്ട്.
ജിഹാദി എന്നത് ജിഹാദിയുമായി ബന്ധപ്പെട്ട് വ്യക്തി, ആശയം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. വാക്കുകളിൽ ജിഹാദി എന്ന പദം പലപ്പോഴും ഇസ്ലാമിന്റെ പേരിൽ ആക്രമണം നടത്തുന്ന തീവ്രവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. കേട്ടല്ലോ. അതിനാൽ ജിഹാദ് എന്ന വാക്കിന് ജിഹാദി എന്ന വാക്കിനും ഒരേ അർത്ഥമല്ല. ജിഹാദ് എന്ന വാക്ക് എന്നതിന് പൊതുവായി ശ്രമം, പോരാട്ടം, പരിശ്രമം എന്ന അർത്ഥമുണ്ട്. എന്നാൽ ജിഹാദി എന്ന വാക്കിന് ജിഹാദുമായി ബന്ധപ്പെട്ട വ്യക്തി, ആശയം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. വാർത്തകളിൽ ജിഹാദി എന്ന പദം പലപ്പോഴും ഇസ്ലാമിന്റെ പേരിൽ, അതായത് വാർത്തകളിൽ പറയുന്നതെന്നാണ് പറയുന്നത്, ആക്രമണം നടത്തുന്ന തീവ്രവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് വാർത്തകളിൽ, അതായത് നമ്മൾ ഉൾപ്പെടെ സംസാരിക്കുന്ന ഒരു സമയത്ത്. അതിനാൽ ജിഹാദ് എന്ന വാക്കിനും ജിഹാദി എന്ന വാക്കിനും ഒരേ അർത്ഥമല്ല എന്നാണ് ChatGPT പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ജിഹാദിയും ജിഹാദും രണ്ടും രണ്ടാണോ, രണ്ടും ഒന്നാണോ? അതിവിടെ ഒരു ചോദ്യചിഹ്നമാവുകയാണ്. ഇപ്പൊ ജിഹാദി എന്ന് പറയുമ്പോൾ കൊല്ലം തുളസി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് എന്താ? ജിഹാദി എന്ന വാക്കിന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പോരാട്ടം, പരിശ്രമം, നമ്മൾ നിൽക്കുന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കാര്യം നേടിയെടുക്കുന്നതിനാണ് ജിഹാദി എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ChatGPT നോക്കിയപ്പോൾ രണ്ട് വാക്കുണ്ട്, ജിഹാദും ഉണ്ട്, ജിഹാദിയും ഉണ്ട്. അപ്പൊ ഇതിന് രണ്ടും രണ്ടർത്ഥമാണെന്നാണ് പറയുന്നത്. വാർത്തകളിൽ ജിഹാദിക്ക് പറയുന്നത് അർത്ഥം വേറെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലേതാണെന്ന് ഞാനും ആ കൺഫ്യൂഷനിലാണ്. ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ഇതെന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. ഇത് ആകെ ഇപ്പൊ കൺഫ്യൂഷനായി. ജിഹാദ് വേറെ വാക്ക്, ജിഹാദി വേറെ വാക്ക്, രണ്ടിനും രണ്ടർത്ഥമുണ്ടെന്ന് ChatGPT പറയുന്നു. ഓക്കെ, ഇപ്പൊ ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് ഏറ്റു വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാവുക. കാരണം നമ്മുടെ വായിൽ നിന്നും എന്തെങ്കിലും വീഴുന്നാൽ കൂടി സോഷ്യൽ മീഡിയ ആണ്, വലിച്ചു കയറി ഒട്ടിക്കും. അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ മിണ്ടാ വായും പൊട്ടിട്ട് വീട്ടിൽ കമ്മ നടന്ന് ഉറങ്ങുക. ഇപ്പോൾ ഈ കുട്ടിക്ക് അറിയാത്തൊരു കാര്യം കൊല്ലം തുളസി പറഞ്ഞു കൊടുത്തു. എന്നാൽ ഞാൻ ChatGPT നോക്കിയപ്പോൾ രണ്ട് വാക്കുണ്ട്, അവിടെ രണ്ട് വാക്കായി. ജിഹാദും ഒന്നുണ്ട്, ജിഹാദി ഒന്നുണ്ട്. രണ്ട് വാക്കും രണ്ട് അർത്ഥവുമായി. അതാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത്. എന്തായാലും നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്ത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പണ്ഡിതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ പെൺകുട്ടിയെ ഇങ്ങനെ തെറ്റുപറ്റിയത് കൊണ്ടും കൊല്ലം തുളസി അത് ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ അൻസാരി ഉസ്താദ് ഇതിനൊരു മറുപടി നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. മദ്രസയിൽ പോകാത്ത, കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിൻ്റെയൊക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ. എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ. അവിടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയുകയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പം ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ഉത്സാരം അകക്കാമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT ജെമിനിയുടെ ചോദിച്ചാലേ കിട്ടൂലേ. എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? ഇനിയിപ്പോൾ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറ് അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂതം ഒന്ന് കേട്ടു. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷ മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുർആൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഗമനമായി ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയും ഇതില്ലേ, അവരാ ലക്ഷ്യത്തിലെത്തില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റുമോ? അവരുടെ ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദിയാണ്. മനസ്സിലാകും? അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷന്മാർ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, തീവ്രവാദികളെയും അല്ല. അത് ആദ്യം തിരുത്തണം. അപ്പൊ അതാണ് ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യനെ സമീപകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് കിടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എടാ, ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്കേ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്കേ ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പോൾ കൊല്ലം തുളസി സാറ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും
അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസാറെ, ബിഗ് സല്യൂട്ട്. അതുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിൻ്റെ ആ വേഷം പേർക്കൊണ്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ മിനിമം നിങ്ങളിതൊക്കെ പഠിക്കും ഗ്രഹിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ളവർ ഓത്ത് പഠിപ്പിക്കുന്ന അവസ്ഥയായി. ഓക്കെ, ഇവിടെ അൻസാരി ഉസ്താദ് മറുപടി കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടി അങ്ങനെ വലുതായിട്ടൊന്നും പറയുന്നില്ല. അത്യാവശ്യം ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം, പഠിക്കണം എന്നാണ് ഇവിടെ അൻസാരി ഉസ്താദ് പറയുന്നത്. പക്ഷെ ഇതിനെ തുടർന്ന് ആ പെൺകുട്ടിക്ക് നല്ല സൈബർ അറ്റാക്ക് കിട്ടി എന്നത് മറ്റൊരു വാസ്തവമാണ്. കാരണം അത്യാവശ്യം സമൂഹത്തിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ നല്ലൊരു വിലയും നിലയും ഉള്ള ഒരു വ്യക്തിയാണ് അൻസാരി ഉസ്താദൊക്കെ. ആ വ്യക്തി വന്നിട്ട് ഒരാൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ട് നാട്ടുകാർ ആ വ്യക്തി പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ അതിൽ ശരിയുണ്ടെങ്കിലും അത് വിശ്വസിച്ച് ഒക്കെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ വലിച്ചൂരി ഒട്ടിക്കാൻ പോകുമെന്നത് വാസ്തവമാണ്. പക്ഷെ ഞാൻ ഇവിടെ കൺഫ്യൂഷനിലാണ്. ജിഹാദി, ജിഹാദ്, രണ്ട് വാക്ക് രണ്ടർത്ഥമാണ് ChatGPT പറയുന്നത്. രണ്ടിൽ രണ്ടെണ്ണം പറയുന്നുണ്ട്. ഇതിലെന്താണ് കൺഫേം ആയിട്ട് അറിയാവുന്നുള്ളൊരു ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യാം. എന്തായാലും അൻസാരി ഉസ്താദിന് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ പെൺകുട്ടിക്ക് നല്ല പൂരത്തെറിവിളിയായി. ഇത് ഉസ്താദിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ്സ് ഒന്ന് വായിക്കാം. അവളുടെ പിതാവ് ഈ വീഡിയോ കാണുന്നു എങ്കിൽ അന്നൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു. ഇവനാണ് അവൻ. അതാണ് മുജാഹിദികൾ എന്താണോ എന്തോ അറിയത്തില്ല. പ്രീതിപ്പെടുത്താനും ഈ വക വർഗങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. ദയവ് ചെയ്ത് ഇതുപോലെ വിവരമില്ലാത്ത തെറ്റിദ്ധാരണ പരത്താൻ ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കരുത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ നോമ്പ് നോക്കുക, നിസ്കരിക്കുക, വേണ്ടി നല്ലത് ചെയ്യുക, പ്രവർത്തിക്കുക, ലജ്ജ ഇല്ലാതെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ വലിയ ജ്ഞാനമില്ല. ഞാൻ വേണമെങ്കിൽ കൂടുതലായിട്ടൊന്ന് പഠിക്കാം. അല്ലാണ്ട് എനിക്ക് വലിയ ജ്ഞാനമില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ജിഹാദി ജിഹാദും രണ്ട് വാക്കാണെന്ന് ChatGPT പറയുന്നത്. ഇതിലേത് വിശ്വസിക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ഇനി അൻസാരി ഉസ്താദ് ഈ ഒരു വീഡിയോ ഇട്ട് കയറിയതിനു ശേഷം ആ പെൺകുട്ടി രംഗത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. അദ്ദേഹം ഇതിൽ പരാമർശിക്കുന്ന ഈ ലിഭ്യായ ഇന്റർവ്യൂറില്ലേ, അത് ഞാൻ തന്നെയാണ്. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഒരു ഉസ്താദാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പരദൂഷണം പറയാനോ, പ്രത്യേകിച്ച് ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കണ്ടാൽ അദ്ദേഹം ഖുർആൻ മൊത്തമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. എനിക്കറിയില്ല, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെ അറിവില്ലായ്മയോ കളിയാക്കാനോ പുച്ഛിക്കാനോ അയാൾ എന്ത് മുസ്ലിം അത് ചോദിക്കാനോ ഒരാൾക്കും ഇസ്ലാമിൽ റൈറ്റ്സ് ഇല്ല. ഒരാളുടെ വിശ്വാസം അത് അവരുടെ മാത്രമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂയുടെ ഇടയിൽ എനിക്കിപ്പോ റീസെന്റ് കൊല്ലം തുളസി സാറായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ജിഹാദി എന്നൊരു വാക്ക് പറയുകയും അതിന്റെ അർത്ഥം ചോദിക്കുകയും അത് ഞാൻ തെറ്റായി പറയുകയും ചെയ്തു. ആ ഒരു കാര്യം ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഞാൻ ഇത് വായിച്ചിട്ടാണ് പറഞ്ഞതും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു അറിവിനെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് ഇതൊന്നല്ല ജിഹാദി, ഇങ്ങനെയല്ല ജിഹാദി എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിവില്ലാത്തൊരു സാധനം അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര യൂസ് ചെയ്തിരുന്നു. ഈ അസോസിയേഷന്റെ ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് ഈ പറയുന്ന ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആൾക്കാരാ. ഇദ്ദേഹം ഈ ജിഹാദി എന്താണെന്നുള്ളത് സമൂഹത്തോട് ക്ലിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം തുളസി സാർ പറഞ്ഞു തന്ന അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോ എത്ര പുസ്തകന്മാര് ജിഹാദി എന്താന്ന് പ്രോപ്പർ ആയിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കൂടെ ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കൾ ആ സമയത്ത് ക്യാമറാമാനായിട്ടും ഒക്കെ എന്റെ ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന പല മുസ്ലിംസിനും ജിഹാദി എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ ഖുർആനിൽ തന്നെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യനായാൽ തെറ്റ് ചെയ്യും എന്നുള്ളത്. അള്ളാഹു അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്തൊരു തെറ്റിനെ ഉസ്താദ് ഇപ്പൊ കളിയാക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലാത്തതും കൂടെ പറഞ്ഞുതരാം. ആ സമയത്ത് ആ സ്പോട്ടിലാണ് അദ്ദേഹത്തിന്റെ ജിഹാദി എന്താണ് സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നൊന്ന് ചോദിക്കുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വരുവാണെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറയാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനത് ചോദിച്ചത്. അദ്ദേഹത്തിന് അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ട് എന്താണ് ജിഹാദി എന്നുള്ളത് പ്രോപ്പർ ആയിട്ട്. അത് ഞാൻ ചോദിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇനിയിപ്പോ തലേന്നാണ് നമുക്ക് ഗസ് ആരാന്ന് അങ്ങനെ വരികയാണെങ്കിൽ പോലും എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരാവുന്നതൊന്നല്ല. അപ്പോൾ എന്റെ പരിമിതമായ അറിവിൽ ആ സമയത്ത് എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം എന്താ ജിഹാദി എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കിയ സമയത്ത് എനിക്ക് ഗൂഗിളിൽ കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ഇത് നേരത്തെ കരുതി കൂട്ടി പോയി പ്ലാൻ ചെയ്ത ഒരു ടോപ്പിക്കോ ഡിസ്കഷൻ ടോപ്പിക്കോ
ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തിന് പറയാം, ഓക്കെ കൊല്ലം തുളസി സാർ പറഞ്ഞ ഈ ഒരു കാര്യം കറക്റ്റ് ആണ്, ഇതാണ് ശരിക്കും ജിഹാദി എന്നും പറയാം. അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കളിയാക്കിയിട്ടോ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയെ കളിയാക്കിയിട്ടോ അല്ല. ഞാൻ എന്ത് മുസ്ലിമാന്ന് ചോദിച്ചാൽ അത് ഞാനും പഠിച്ചവനും തമ്മിൽ എന്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യണ്ട, ഞങ്ങൾ തമ്മിലുള്ള ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുന്ന എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, എല്ലാ മനുഷ്യർക്കും എല്ലാം അറിയോ ഇല്ല. ഈ ഘോരഘോരമായി നീട്ടി വലിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പാട്ടും പാടി പ്രസംഗിച്ച് വേറെ നടത്തുന്ന ഉസ്താക്കന്മാർക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ മനുഷ്യന്മാരെ മുസ്ലിമുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടെ ഞാൻ പറയാണ്. ഓക്കെ, പെൺകുട്ടി പറയുന്നതിൽ കാര്യമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ കാര്യമുണ്ട്, പക്ഷേ ഉസ്താദ് പറഞ്ഞതിൽ കാര്യമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും കാര്യമുണ്ട്. അതിന്റെ റീസൺ പബ്ലിക്കിൽ ഒരു വീഡിയോ വരുമ്പോൾ അതിപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടാണോ, അയ്യോ ഞാൻ പഠിച്ചില്ല അത് ഇതെന്ന് പറഞ്ഞ് കിടന്ന് ന്യായീകരിക്കുന്നതിൽ കാര്യമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം പറയാമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ, ആ ഒരു സെറ്റപ്പിൽ നിൽക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇതിലങ്ങ് എടുത്താൽ മതി. അല്ലാതെ ഉസ്താദിനോട് ഇപ്പം കുറ്റം പറഞ്ഞ ഉസ്താദിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. വേണേ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് അതിന് റിപ്ലൈ കൊടുക്കാം. ഉസ്താദ് തന്നു, നിങ്ങളൊന്ന് തിരിച്ചു കൊടുത്തു, വീണ്ടും കിട്ടി, നാട്ടുകാരെടുത്തിട്ട് അലക്കി സംഭവിക്കുന്നു. ഞാൻ ഉസ്താദിനെ തെറ്റൊന്നും പറയത്തില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾ തലേ ദിവസം ഗസ്റ്റിനെ അറിയുന്നതാണോ എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണെന്നോ, ഇതൊന്നും ഉസ്താദിനെ അറിയത്തില്ല. നമ്മളിപ്പോൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇന്റർവ്യൂ കാണും. അപ്പം മണ്ടത്തരം ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചു പറയും, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തതാണെന്നോ അല്ലെങ്കിൽ ഇപ്പം പ്രിപ്പയർ ചെയ്തതാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഞാൻ ഉസ്താദിനെ കുറ്റമൊന്നും പറയത്തില്ല, കാരണം അദ്ദേഹം പറഞ്ഞ ന്യായമോ, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ ചുമ്മാ അവിടെ കിടന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഇരിക്കുക, അല്ലെങ്കിൽ അവിടെ കിടന്ന് മെഴുകുന്നത് കാണുമ്പോൾ എനിക്ക് യോജിപ്പില്ല. പിന്നെ നമ്മൾ പബ്ലിക്കിൽ ഒരു വീഡിയോ വരുമ്പോൾ വിമർശനങ്ങളുണ്ടാവും. ഇതൊക്കെ സഹിക്കാനും ത്യജിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റുവാങ്ങാനുമുള്ള ശക്തിയും പ്രാണനും ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതിപ്പോൾ കാശും വേണം, എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള മൂടാണെങ്കിൽ എനിക്ക് നിങ്ങളെയും ഒന്നും പറയാനില്ല. ഓക്കെ, ഇപ്പം നെഗറ്റീവ് വരും, അല്ലെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, ഇതൊക്കെ ഉള്ളത് തന്നെ. ഇന്ന് നല്ലതൊന്നും നാളെ ചീത്ത പറയും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ബേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് നിൽക്കുക. ഓക്കെ, ഇതിന് താഴെ ഈ പെൺകുട്ടിയുടെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻസ് വയ്ക്കാം. മോളെ നിന്റെ ഈ വീഡിയോ മുഞ്ചിയതായി അറിയിക്കുന്നു, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, അല്ലാതെ കുണച്ച ഉത്തരം പറയരുത്. കറക്റ്റാണ്. ഏറ്റവും വലിയ അറിവില്ല എന്നുള്ള അറിവാണ്. അതെ, പബ്ലിക്കായി വിവരക്കേട് പറയുമ്പോൾ ഒരുപാട് തവണ ചിന്തിക്കേണ്ടതുണ്ട് മോളെ. അറിയാത്ത കാര്യങ്ങൾ കുറച്ച് ചോദ്യം വരുമ്പോൾ അറിയില്ല എന്ന് പറയാനുള്ള വിവരമാണ് ഏറ്റവും വലിയ വിവരം. കീപ് ഗോയിങ്, എവിടെയിലേക്കേ പോ. നിങ്ങൾ ഒട്ടും അറിവില്ലാത്ത ഇന്റർവ്യൂ ചെയ്ത് തെറ്റിദ്ധാരണ പരത്തുന്നു. തെറ്റ് മനസ്സിലായി തിരുത്തുക, അത്ര അഹങ്കാരം പാടില്ല. നിനക്ക് തെറ്റ് പറ്റി, അത് അംഗീകരിക്കുക, തിരുത്തുക, അല്ലാതെ മറ്റേ ഒരു ഇത് പറയില്ല. ഇപ്പൊ കൊല്ലം തുളസി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളടുത്ത് ജിഹാദിയുടെ അർത്ഥം ചോദിച്ചപ്പോൾ പറയാമായിരുന്നു, സാർ എനിക്കറിയത്തില്ല, അല്ലാണ്ട് ഞാൻ ഇതാണ് അർത്ഥം, ഈ ഒരു മൂഡിൽ സംസാരിക്കാൻ എനിക്കറിയത്തില്ല, അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു. എങ്കിലും ഇത്രയും വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കി വച്ച സാധനം നിങ്ങൾ പൊതുവെ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറയാലോ, ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരുന്നത്. പക്ഷെ ഞാനും ChatGPT എടുത്ത് ചോദിച്ചപ്പോൾ രണ്ടർത്ഥം ഉണ്ടെന്നും പറയുന്നുണ്ട്. ജിഹാദും ജിഹാദി എന്ന് പറഞ്ഞ് രണ്ട് വാക്ക് രണ്ടർത്ഥം പറയുന്നുണ്ട്. അതുകൊണ്ട് മൊത്തം ആകെ കൺഫ്യൂഷനിലാണ് ഈ ഒരു വിഷയം തന്നെ നിൽക്കുന്നത്. എന്തായാലും എനിക്ക് ഈ മുസ്ലിങ്ങളുടെ ആ ഒരു ഇത് അറിയത്തില്ല. ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയാം, എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് പറയാം, അല്ലാണ്ട് അവിടെ കിടന്ന് ന്യായീകരിക്കണ്ട. അല്ലെങ്കിൽ ജിഹാദിയുടെ അർത്ഥം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മോളെ നീ തെളിയിക്കുക, അപ്പോൾ വിഷയമില്ല. ഓക്കെ, അല്ലാണ്ട് കിടന്ന് മെഴുകിയിട്ട് കാര്യമില്ല. ഇപ്പോൾ വിമർശനങ്ങൾ വരും. ഇപ്പം ഞാൻ പറയുന്നതിൽ തന്നെ നിനക്കൊരു കോപ്പ് പറഞ്ഞുകൂടെ, നീ എന്നാ തേങ്ങയ്ക്കാളായിരുന്നു വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഏട്ടാ എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിപ്പോൾ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോയിലൂടെ പറയും, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. അതിന് ഇത്രയും കിടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനുശേഷം വീണ്ടും ഏറിയപ്പോയപ്പോൾ പെൺകുട്ടി വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു, കാണാം. പറ്റുമെങ്കിൽ അൻസാരി സുഹരി എന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കാം. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം പ്രോപ്പർ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളത് എന്റെ തെറ്റ് തന്നെയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പോലും ഞാൻ എന്താണ് ജിഹാദി ഞാൻ മനസ്സിലാക്കിയ അർത്ഥത്തിൽ അവിടെ കിടന്ന് മെഴുകുകയൊന്നും ചെയ്തിട്ടില്ല. കൊല്ലം തുളസി സാർ പറഞ്ഞു തന്ന ആ ഡെഫിനേഷൻ ഞാൻ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ജിഹാദിയെ പറ്റി അവിടെ സംസാരിച്ചത് മുസ്ലിം സമുദായത്തെ കോട്ട് ചെയ്തതുകൊണ്ടല്ല. അമ്മ അസോസിയേഷനിൽ നടന്ന ഇഷ്യൂവിനെ പറ്റിയാണ് അവിടെ ചോദിക്കുക. ഇന്റർവ്യൂ ഫുള്ള് കണ്ടവർക്ക് അത് മനസ്സിലാവും. അമ്മ അസോസിയേഷനെ പറ്റി സംസാരിക്കുകയും അതിനെ പരാമർശിച്ച് പറയുകയും ചെയ്തപ്പോൾ ജിഹാദി എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണോ ഈ ഒരാൾ വിളിച്ചു എന്നുള്ള പറയുന്നത് ഈ ജിഹാദി എന്ന്, അയാൾ പറഞ്ഞ കോൺടെക്സ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതൊക്കെ കുറേയൊക്കെ പ്രീപ്ലാൻഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും കാണുന്നവർക്കില്ല, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഞാൻ ജിഹാദിയെ പറ്റി മനസ്സിലാക്കാണ്ട് ഇന്റർവ്യൂ ചെയ്തത് എന്റെ തെറ്റാന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അൻസാരി സുഹരി എന്ന് പറയുന്ന ആ ഉസ്താദ് ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ ഈ പോർഷൻ ഒന്ന് കണ്ടു നോക്കി. വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് കിടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹ മധ്യയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടു. കാരണം ഹൃദയത്തിൽ അല്പം ഒരു ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടും.
കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹം നിന്നെ കളിയാക്കിയിട്ടില്ല. എനിക്കിത് കളിയാക്കലായിട്ടാണ് തോന്നുന്നത്. ഞാൻ എന്ത് മുസ്ലിം ആണെന്നും ഞാൻ എങ്ങനെ ഇതായി ജീവിക്കുന്നു എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അത് ചോദ്യം ചെയ്യും. പിന്നെ എന്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരു ഉസ്താദ്, ഒരു നമ്മുടെ സമുദായത്തിൽ തന്നെ പെട്ട അദ്ദേഹത്തിന് നമ്മുടെ കൗമിപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതിലുള്ള വിഷമല്ലേ. എന്നാൽ എനിക്ക് നമ്മുടെ കൗമിപ്പെട്ട ഒരു ഉസ്താദ് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, അതും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അദ്ദേഹത്തിന് അറിയാം, ഈ ജിഹാദി എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് അറിയില്ല, ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഇതാവുന്നു, എനിക്ക് എന്നെ പരിഹാസപ്പെടാൻ നിൽക്കല്ലേ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയായ എനിക്ക് എത്രത്തോളം സൈബർ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാൾ ചിന്തിക്കണമായിരുന്നു. ചിന്തിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ജിഹാദി എന്താണെന്ന് അദ്ദേഹത്തിന് എന്നെ കളിയാക്കാതെയും ആ വീഡിയോ വെച്ചിട്ട് പറയായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് ഞാൻ എന്ത് മുസ്ലിമാന്നുള്ള രീതിയിലാണ് അത് ചെയ്തത്. പറ്റുമെങ്കിൽ അൻസാരി സുഹരി എന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങളെ ഫോളോ ചെയ്യുന്ന സോ കോൾഡ് മുസ്ലിം ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൾച്ചർ മനസ്സിലാവും, അവർ പഠിച്ച ഇസ്ലാം എന്താണെന്ന് മനസ്സിലാവും. തെറിവിളിയും എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ ഈ എന്റെ കമന്റ് ബോക്സിലെ ആൾക്കാരെക്കാളും എത്രയോ നല്ലതാ ഞാനെന്ന് എനിക്ക് തോന്നിപ്പോവാ. കാരണം ഇത്രയും തെറി വിളിക്കുന്ന മുസ്ലിംസ് ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ആ സപ്പോർട്ട് ഗ്രൂപ്പിലില്ല. എന്നെ തെറി വിളിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടാണ് നിങ്ങളെക്കാളും എത്രയോ പടി മുകളിലാണ് ഞാൻ. ആരുടെയും കമന്റ് ബോക്സിൽ തെറി വിളിക്കാൻ പോയിട്ടില്ല. ഒരു കാര്യം ഉണ്ടായാൽ മാന്യമായ ഭാഷയിലും പറയാം. പക്ഷെ ആ മാന്യത ഇല്ലാതെ തെറിയിലൂടെ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ എന്റെ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ പേരിൽ ഒരാളിങ്ങനെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല വിഷമമുണ്ട്, അത് സംസാരത്തിൽ തന്നെ ഉണ്ട്. തെറിവിളി കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് വിഷമം വരും. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കും, സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടൂടെ, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് അതൊരു വിഷമമായിട്ട് തലക്കയറ്റി വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം കീപ് ഗോയിങ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാത്ത പക്ഷം വിട്ടുപോവുക. ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുക. അല്ലാണ്ട് ഉസ്താദ് അത് ചെയ്ത് ഇത് ചെയ്തെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദ് എനിക്ക് മാന്യമായിട്ട് നിങ്ങളെ വിമർശിക്കുന്ന പോലെയാണ് തോന്നിയത്, മാന്യമായിട്ട്, വളരെ മാന്യമായിട്ട്. അത് നിങ്ങൾക്ക് ഇറങ്ങി പൊള്ളിയിരിക്കുകയാണ്. നിങ്ങൾ തന്നെ വീണ്ടും വീഡിയോ ഇട്ട് ഇരന്ന് വാങ്ങുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. ഓക്കെ, വീഡിയോ വീണ്ടും ഇടുന്നു, ഇരന്ന് വാങ്ങുന്നു, നാട്ടുകാർ വീണ്ടും തെറി വിളിക്കുന്നു. വാവ്, വണ്ടർഫുൾ. മണ്ടത്തരമാണ് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം വീഡിയോ ഇടാണ്ട് മറ്റൊരു യൂട്യൂബർക്ക് ഈ പറയുന്ന പെൺകുട്ടി ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. അൻസാരി സുഹരി ഉസ്താദ് എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ഹാജിറ അലിസൺ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഓക്കെ വോയിസ് അയച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. അറിയായിരിക്കും അൻസാരി സുഹരി എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ്. നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് തരാം. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിലെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂവറാണ്. ഞാനൊരു 3-4 ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട് ഐ എം സഫറിങ് എ ലോട്ട്. എൻ്റെ ജോലി വരെ ഇത് കാരണം എനിക്കറിയില്ല. ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഒരു നേരം പോലും ഇരിക്കുന്നില്ല. ലൈക്ക് എനിക്കറിയില്ല, ഇതിന്റെ തന്നെ ചർച്ച ചെയ്ത് എങ്ങനെ ഇത് ഇനിയിപ്പോ ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പൊന്നുമോളെ. ഇങ്ങനെയാണ് നിന്റെയൊക്കെ മൈൻഡ് ഇത്രയും ലോലമാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക. ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇടുന്നു, ആരും എന്നെ ഒന്നും പറയാൻ പാടില്ല, ആരും എന്നെ വിമർശിക്കാൻ പാടില്ല, എൻ്റെ ജീവിതം തകർന്നു, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് കിടന്ന് മെഴുകാനും മോങ്ങാനും ആണെങ്കിൽ ദയവ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാതിരിക്കുക. എന്തിനാണ് ഇതിപ്പോൾ കാശുണ്ടാക്കുകയും ചെയ്യണം, വീഡിയോ ഉണ്ടാക്കുകയും ചെയ്യണം, ഫെയിം ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് എന്നെ ആരും പറയാനും പാടില്ല. ഇത്രയും സൈബർ അറ്റാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞു. ആൾക്കാരുടെ അഭിപ്രായമായിക്കോട്ടെ, തെറിവിളി ആയിക്കോട്ടെ, സൈബർ അറ്റാക്ക് ആയിക്കോട്ടെ, സൈബർ അറ്റാക്ക് തന്നെ ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് വരുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്തിട്ട് പൊക്കോ. ഇനി മേലാൽ ഇന്റർവ്യൂ അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം അറിഞ്ഞുകൂടാന്ന് പറയാം, വേണമെങ്കിൽ അറിയാമെന്ന് പറയാം, വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഈ ഉസ്താദിനെതിരെ നിങ്ങളിട്ട വീഡിയോയിൽ എന്തോ കുറച്ചൊരു സാധനം ഞാൻ മാസാണെന്നുള്ള രീതിയിൽ ഒരു സംസാരം കണ്ടു. മേ ബി അതാവാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്. ഉസ്താദിന് ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾ ആ വലിച്ചു ജവരി ഒട്ടിച്ച്, അതാണ് മറ്റൊരു സത്യം. ഓക്കെ, അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഫേസ് ചെയ്യാൻ നല്ലതും വരും ചീത്തയും വരും. അല്ലാതെ കാലകാലം എല്ലാവരെയും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇവിടെ നിൽക്കുക. അല്ലാത്ത പക്ഷം ദയവ് ചെയ്തിട്ട് നിങ്ങളെപ്പോലുള്ള ഇത്രയും നിൽക്കാൻ ഹെൽപ്പില്ലാത്തവർ സോഷ്യൽ മീഡിയ വിട്ടുപോവുക. ഇനി ഇതിനുശേഷം കൊല്ലം തുളസി സാറ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. പ്രിയപ്പെട്ട ഹാജിറ, ശക്തമായി തിരിച്ചടിച്ചില്ലേ, എനിക്ക് വളരെ സന്തോഷമായി, കുട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നി, നന്നായി, വളരെ നന്നായി, ഇട്ടുകൊടുക്കരുത്. എന്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് ഞാനിത് പ്രതികരിക്കുന്നില്ല. പിന്നെ കുട്ടി ഇപ്പം ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ അദ്ദേഹം തന്നെ ഒരു ചെറിയ വീഡിയോ ഞാനുമായിട്ട് സംസാരിച്ചു. അത് എൻ്റെ അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്ത് അദ്ദേഹം ഇട്ടത് അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏകദേശമൊക്കെ മനസ്സിലായി എനിക്കും. ഞാനിനി കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാര്യം ഞാൻ പ്രായമായ ഒരാളാണ്.
ഓക്കെ, കൊല്ലം തുളസി സാറ് വേറെ കൂടുതൽ വിവാദത്തിനൊന്നും പോകാനില്ല. പിന്നെ തുളസി സാറിൻ്റെ അനുവാദമില്ലാതെ ആ വീഡിയോ കട്ട് ചെയ്ത് ഇട്ടത് തെറ്റാണെന്ന് പറയുന്നത് എനിക്കതിൽ യോജിപ്പില്ല. എൻ്റെ റീസൺ പബ്ലിക്കിൽ വരുന്ന വീഡിയോസ് എടുത്ത് സംസാരിക്കാനുള്ള റൈറ്റ്സ് എല്ലാ പൊതുജനങ്ങൾക്കും ഉണ്ട്. അങ്ങനെ സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഉസ്താദിനെ തറപ്പറ്റിക്കാൻ, ഉസ്താദിനെ നാണം കെടുത്താനുള്ള ഒരു ക്യാമ്പയിൻ പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കൊല്ലം തുളസി സാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ, ആ പെൺകുട്ടിക്ക് അത്രയും ഫീലായി, ആ കരയുന്നത് കേൾക്കുമ്പോൾ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിൽക്കാൻ പറ്റൂലെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇനി ഇൻ്റർവ്യൂ ആണ് കോപ്പാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ ഇറങ്ങാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇതിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഉസ്താദിനാണോ? ഞാൻ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യും. കാരണം പൂർണ്ണമായിട്ട് ആ വ്യക്തി ഒരിക്കലും ഇവളെ അങ്ങോട്ട് സൈബർ അറ്റാക്കിന് ഇടാൻ വേണ്ടിയിട്ട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞു. പ്രത്യേകിച്ച് അവളൊരു മുസ്ലിം കുട്ടിയായതുകൊണ്ട് ഇതിനർത്ഥം അറിയില്ലെങ്കിൽ എന്തിന് സംസാരിക്കാൻ നിൽക്കുന്നു എന്നായിരുന്നു ഉസ്താദിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രയേ ആ ഒരു വ്യക്തി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ വേണമെങ്കിൽ പറയുന്ന പോലെ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ആ പോട്ട് മോളെ എന്ന് പറഞ്ഞ് തലതാടായി വിട്ട് തരാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയും ലോല ഹൃദയമാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ നിൽക്കില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യുക. ബൈ.